മറിച്ചിട്ടു. ഇന്ന് കൂടു നേരത്തെ എണീറ്റു അല്ലേ? കൂടു നേരത്തെ എണീറ്റ് പല്ലൊക്കെ തേച്ച് അപ്പം ചുട്ടോണ്ട് അപ്പം തിന്നാട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയാ വിശേഷം? ഹായ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം, ഒരുപാട് കൂട്ടുകാർ. അപ്പോൾ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. പിന്നെന്താ, അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാമിമാർ പോണ ദിവസത്തിൻ്റെ രാവിലെയാണ് കേട്ടോ. അപ്പം അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, മുഴുവനൊന്നും വീഡിയോയിലൊന്നുമില്ല. കുറച്ചൊക്കെ അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് പിടിച്ച് വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നും അവർ വൈകിട്ടാണ് ഇവിടുന്ന് പോവുക. ഇന്ന് തറവാട്ടിലോട്ട് പോയിട്ട് നാളെ രാവിലെ തറവാട്ടിൽ നിന്ന് അവിടെ നമ്മളെ തോട്ടുമുക്കത്തുള്ള അമ്പലത്തിൽ നിന്ന് തന്നെയാണ് പോണത്. അപ്പം ഇന്ന് വൈകുന്നേരം അവിടെ അമ്പലത്തിൽ ഭജനയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി തറവാട്ടിൽ നിന്ന് നാളെ അവിടുന്ന് അവർ കയറും. നാളെ എന്ന് പറയുമ്പം അതിപ്പോൾ അവർ പോയി കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 2 ദിവസം അവർ പോയതിൻ്റെ പിറ്റേന്നാണ്. ഇന്നലെയാണ് അവർ പോയത്, ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ദോശയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു. ദോശയും കടലക്കറിയായിരുന്നു. അരിയൊക്കെ അടുപ്പത്തിട്ട്. അപ്പോൾ നേരത്തെ കൊടു എന്താണെന്നറിയില്ല, കൊടു ഇന്ന് സാധാരണത്തേൽ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിക്കവാറും ഓഡിയോ കൊടുക്കുന്ന സമയത്ത് എനിക്ക് കോള് വരും. അങ്ങനെ ഇന്നും കോള് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേട്ടപ്പോൾ എനിക്കത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. അങ്ങനെ കൊടു അപ്പം ചുട്ടുകൊണ്ട് തന്നെ അപ്പം തിന്നുന്നുണ്ട്. അടുപ്പിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. സാധാരണ പോലെയല്ല, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്, അപ്പോൾ തീച്ചൂട് കൊള്ളുകയും ചെയ്യാം. അങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഞങ്ങൾ അപ്പം ചുട്ട് തിന്നുകൊണ്ട് രാവിലെ അങ്ങ് തുടങ്ങി ഞങ്ങളുടെ പരിപാടി. കടലക്കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പുളിയുണ്ട് കേട്ടോ. ഇന്നലെ നടക്കാൻ പോയപ്പോൾ മക്കൾ നടക്കാൻ പോയപ്പോൾ കിട്ടിയതാ. അത് അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി ഇതിൻ്റെ ഉള്ളിലത്തെ ആ കുരു നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ കുറേ തിന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പല്ലിൽ ഭയങ്കരമായിട്ട് കറ പിടിക്കുന്നുള്ളൂ. നല്ല രുചിയാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കാം നമ്മളെ. മുറിയുന്നില്ല. കടലക്കറി ആയപ്പോൾ അതിനകത്ത് ലേശം തേങ്ങാപ്പാലും കൂടെ വെച്ചു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഞങ്ങളെ ഇന്നത്തെ കടലക്കറി ഇങ്ങനെ. അവിടെ എന്താണ് അടുത്ത ഭ്രാന്തം പണി കേട്ടോ. ഭ്രാന്തം പണി അലക്കി കഴിഞ്ഞിട്ടുള്ള ഒലുമ്പലാണ് കേട്ടോ. അയ്യോ, അടുത്ത് ആ മെഷീൻ ഒന്ന് ഓണാക്കി തന്നടാ. കേട്ടോ, തുണിയൊക്കെ പിഴിഞ്ഞ് ഒലുമ്പി വീണ്ടും ഉണങ്ങാനിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ വന്നാണ്. ആദ്യക്കൂട്ടൻ കുറേ നേരമായി ബ്രഷ് കൊണ്ട് നടക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ 2 ഒച്ച ഇട്ടതുകൊണ്ട് വേഗം പല്ല് വെച്ചിട്ടുണ്ട്. ചായ കുടിക്കാം അല്ലേ? കുടു ഒരു കുടി കഴിഞ്ഞാട്ടോ. കുടു അപ്പമൊക്കെ തിന്ന് 1-1.5 അപ്പമൊക്കെ തിന്ന് അപ്പിയിടലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് 2 ട്രിപ്പ് ഇരിക്കുകയാണ് കേട്ടോ കുടു. ഓ, എന്നാ വേം വാ ചായ കുടിക്കാൻ പോവാനായി സമയം.
ഞങ്ങൾ 2 ബക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തുണിയൊക്കെ മടക്കി വെക്കാന്ന് വെച്ചിട്ട്. കുടു അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിയാണ്. രണ്ടാളും ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇരിക്കുകയായിട്ട്. എന്ത് തിരക്കൊന്നുമില്ല കേട്ടോ. കുടു എവിടെ ഇരിക്കുന്നത് നോക്കി. ചേട്ടന്മാർ രണ്ടാളും വീട്ടിലാണുള്ളത്. കുടു ഇവിടെ ഇരുന്ന് അയ്യോ കുടു നിൽക്കാതെ ഇവിടെ ഇറങ്ങി താഴെ ഇറങ്ങിയിരിക്കും. കുടു എന്തൊക്കെയോ പറഞ്ഞിരിക്കുക കേട്ടോ. വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ കുടു പറഞ്ഞാൽ വീട്ടിൽ പോകണ്ടാന്ന്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോകും കേട്ടോ. ഇല്ല ഉച്ചക്കുടു അയ്യോ ചുക്കുച്ചൂന്ന് ഇല്ല, നമ്മൾ ഉച്ചയ്ക്ക് പോവില്ലേ കുടു? നമുക്ക് ഉച്ചയ്ക്ക് പോകണം. ഞങ്ങൾ 2 ബക്കറ്റൊക്കെ വാങ്ങിയിട്ടോ. നമ്മൾ വാങ്ങിയ ബക്കറ്റ് എന്തിയാ കുടു? ഏതാ കുടു ബക്കറ്റ്? ഞങ്ങൾ 2 ബക്കറ്റൊക്കെ വാങ്ങിയിട്ടോ. കുടു 2 ബക്കറ്റ് വാങ്ങിയേ. ആ അതില്ലേ എടാ ഇതെന്താ കുടു? ഇങ്ങോട്ട് കയറി വാ, ഇങ്ങോട്ട് വാടാ. സാറേ സാമ്പാറേ, സാറിൻ്റെ വീട്ടിൽ കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. പടുകുടു. മണവാളൻ പാറ ഇത് മണവാട്ടിപ്പാറ. തമ്മിൽ പണ്ടു മുതൽക്ക് തപസ് ചെയ്യുന്നു. ഓ ഇവർ തപസ് ചെയ്യുന്നു. ഏതാ പാട്ട്? മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, മുടിയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിയിട്ടും പോണില്ല ചോണനുറുമ്പ്. കുടു ഉറങ്ങിപ്പോയിട്ടോ. കുടു നല്ല ഉറക്കാണ്. ഇനി വല്ല കിടത്താല്ലേ കുടു. എന്നിട്ട് ഉറങ്ങി എണീറ്റിട്ട് പോവാം. ഫോട്ടോ ഒക്കെ ഇട്ട് റെഡിയായോ? 2 ഇരട്ടകൾ. ഞാനേ ഇവര് നേരത്തെ നിർത്തി വന്ന് ഫുട്ബോളിനാക്കാൻ വേണ്ടിയിട്ട്, ഫുട്ബോളിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇയാൾ ബൂട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 ഇരട്ടനെ പോലെ. അമ്മ വന്നപ്പോ സാമി ഇതാ പോവാൻ റെഡി ആയില്ലേ സാമി? എന്ത് അമ്മഞ്ഞ പിടിക്കണമെന്നോ? എന്നാ പോവാ. എത്ര തേങ്ങയാവും? 8 തേങ്ങ മതി. 2 ആക്കോ? ഉച്ചയ്ക്ക് പോവാന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ വണ്ടി വന്നു. പിന്നെ അതുപോലെ കുടു ഉറങ്ങിപ്പോയില്ലേ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേ സമയം കുറച്ചായിരുന്നു കേട്ടോ. പിന്നെ ചോറ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു 4 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയത്. കുഞ്ഞിടെ അപ്പോൾ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പണി കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞിടെ 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നു. പിന്നെ ഒരു 2 ആളും കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് 2 പേരും വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് നേരെ അവർ തോട്ടുമുഖത്തേക്ക് പോകും. പിന്നെ അവിടുന്ന് പിറ്റേന്ന് നാളെയാണ്, അതായത് ഇന്നലെയാണ് പിന്നെ പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ മിനിയാന്ന് വൈകുന്നേരത്തെ ആണ് ഈ കാഴ്ചകൾ. അങ്ങനെ അവർ പോകാൻ ഇറങ്ങി. മനസ്സും കുടും പോയിട്ടോ. അവരുടെ കൂടെ കുടുവും അച്ഛനും അച്ഛസ്വാമിയും. അതാ മങ്കിത്തോപ്പി എടുക്കാതെ ഇറങ്ങി പോകുന്നത്. കുടു മങ്കിത്തോപ്പി എടുത്തില്ല. ഞാൻ തിരുനയിലെടുത്തു. അങ്ങനെയല്ല, അങ്ങനെ വാങ്ങുമ്പോൾ കാലോട്ട് നെറുകിൽ വെക്കണം. അമ്മേൻ്റെ കാലോട്ട് നെറുകിൽ വെക്കണേ. അങ്ങനെ കാലോട്ട് നെറുകിൽ വെക്ക്. ടാറ്റയൊന്നും വേണ്ട.
അങ്ങനെ ആദ്യകൂട്ടന് കോച്ചിങ് ഉണ്ടായിരുന്നു. കോച്ചിങ്ങിന് ആദ്യകൂട്ടനെ കൊണ്ടുപോയി ഫുട്ബോളിൻ്റെ. അപ്പോൾ കോച്ചിങ് കഴിഞ്ഞപ്പോഴത്തേ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അവനെ കൂട്ടി വീട്ടിൽ വന്നപ്പോഴത്തേക്കും തന്നെ സമയം 6:30 ആവാനുണ്ട്. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താഴത്തെ അമ്മയും ചേച്ചിയും നീലക്കാച്ചിലൊക്കെ പുഴുങ്ങി, നല്ല വയലറ്റ് കളറുണ്ടല്ലേ, കാച്ചിലൊക്കെ പുഴുങ്ങി കാന്താരി ചമ്മന്തി ആയിട്ട് ഇങ്ങനെ തിന്നേരി വന്നിട്ട് പിന്നെ എങ്ങനെ പോവോ അവിടുന്ന് അമ്മ അത് തിന്ന് നോക്കുന്ന പറഞ്ഞ് ചേച്ചി കൊണ്ടുവന്നപ്പോൾ പിന്നെ അതൊന്നും കഴിച്ചു കേട്ടോ. അതാ ബക്കറ്റ് രണ്ടും എൻ്റെ കഴിക്കാനുണ്ട്. നിൽക്കാനായിട്ട് നേരമില്ല. അങ്ങനെ പിന്നെ 4 വർത്താനമൊക്കെ പറഞ്ഞ് കാച്ചിലൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വേഗം ഞങ്ങൾ രണ്ടാളും കുളിച്ചൊക്കെ മാറ്റി ഞങ്ങൾ പോരുമ്പോഴത്തേക്ക് സമയം 7 മണി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 7 മണി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 7 മണിയാകുമ്പോൾ ഭജന തുടങ്ങുകയും ചെയ്യും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കയറി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ നാളത്തേക്ക് പിന്നെ ഇന്നലെ അവർ മലയ്ക്ക് പോകുമ്പോഴത്തേക്കെല്ലാം വേണമല്ലോ, അങ്ങനെയുള്ള എല്ലാം കരുതി ഞാനും ആദ്യക്കുട്ടനും കൂടിയാണ് കേട്ടോ ഈ രാത്രിയിലെ ഈ യാത്ര ഉള്ളത്. ശരിക്കും ഞാൻ സ്കൂളിലേക്കൊക്കെ പോയ വഴികളാണ് കേട്ടോ. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വീഡിയോ പിടിച്ചത്. ഞങ്ങൾക്ക് രണ്ടാളും ഉള്ളതുകൊണ്ട് പേടിയില്ല. അങ്ങനെ ഭജനയൊക്കെ കഴിഞ്ഞ് പിന്നെ അന്നദാനം ഉണ്ട്. അപ്പോൾ കഞ്ഞിയും പുഴുക്കൊക്കെ ആയിട്ട് അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനും മക്കളും വീട്ടിലോട്ട് കയറിപ്പോയി. എന്നിട്ട് പിന്നെ അവിടെ അവർ ഇന്നലെ അവരെ കെട്ടുനിറയാണല്ലോ, അപ്പോൾ അതിനുള്ള ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അവർ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലോട്ട് കയറിപ്പോയിട്ടോ. അപ്പം നമുക്ക് ശരിക്കും ഇവിടുത്തെ അകടനാമത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ വീഡിയോ നമ്മളെ ചാനലിന് എന്താ പറയുക ഒരുപാട് സഹായമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തറവാട്ടിലെത്തി. പിന്നെ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ മോനോടും പറഞ്ഞു നേരത്തെ കിടന്നു, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണ്ടേന്ന്. അപ്പോൾ നീ മൂത്രം ഒഴിക്കാനല്ലേ ബാത്റൂമിലേ പോയത്? പുറത്തു പോയിട്ടാ മൂത്രം ഒഴിക്കുന്നത്? കൊടു ഞാനിവിടെ കിടക്കുന്നേ. എന്താ അവിടെ കിടക്കണ്ടാത്തെ? കൂടഞ്ഞി വീട്ടിലില്ലേ, ഇവിടെ കിടന്നൂടെ? ആ അതെ, ഇവിടുന്ന് അങ്ങോട്ട് വിടൂലാന്ന്. വെലിച്ചിനും വെല്ലുമ്പോ അവിടെ കുടുങ്ങിയതാന്ന്. വണ്ടി ഇങ്ങോട്ട് കടത്തി വിടാഞ്ഞിട്ട് നമ്മളെയും വിടൂല പോലും അങ്ങോട്ട്. എന്നിട്ട് പോവാം നമുക്ക്. കൂടഞ്ഞ വീട്ടിക്ക് എനിക്ക് പേടിയാ രാത്രി പോവാനേ. അച്ഛ പറ്റേ നടക്കാം, അങ്ങോട്ട് കിടക്കാൻ പോവാം. ലൈറ്റ് ഓഫ് ആക്കുക. അങ്ങനെ കൂടി പോകണമെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലും പിന്നെ സമാധാനമായിട്ട് കിടന്ന് ഉറക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.